ഇവിടെ 47 ലക്ഷം പേർക്ക് നമ്മുടെ പെൻഷൻ നൽകണം. കഴിഞ്ഞ UDF സർക്കാർ ബാങ്ക് വഴിയാക്കി. അത് രാഷ്ട്രത്തിന്റെ നയം. കേരളത്തിനും എതിർക്കേണ്ട കാര്യമില്ല. ബാങ്ക് വഴി പോകുന്നതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ പ്രസംഗിച്ചെടുത്ത എല്ലാ സ്ഥലത്തും എന്റെ പ്രസംഗത്തിൽ ഒന്നുണ്ടായിരുന്നു, LDF വന്നാൽ വീട്ടിൽ കൊണ്ടേ തരും. എന്താ കൈയടിയെന്നറിയോ? എത്ര പോക്ക് പോയി നോക്കിയേച്ചാൽ മതി. എന്നുവെച്ചാൽ ഈ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ അൺഅക്സെപ്റ്റബിൾ ആണ്, വേണ്ട, ഒരു ശല്യമാണ്. 1000 രൂപ പിൻവലിക്കാൻ വേണ്ടിയിട്ട് കയറി ഒരു 100 പേര് വരെയാണ്. മാന്യന്മാർക്കൊന്നും നിൽക്കാൻ സ്ഥലമില്ല. ഇനി എത്ര അക്കൗണ്ട് എഴുതണം? അവന്റെ ചെലവെന്ത്? യു ആർ അൺവാണ്ടഡ്. എങ്ങനെ കൊടുക്കാൻ പറ്റാ? കേരളം കണ്ട മാർഗം സഹകരണ പ്രസ്ഥാനമാണ്. 21 ലക്ഷം അക്കൗണ്ടുകളുണ്ട് സർ ഈ സഹകരണ മേഖലയിൽ. നാട്ടിലാകെ ബന്ധങ്ങളുണ്ട്. 2 ആഴ്ചയെ സമയമെടുത്തുള്ളൂ. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. 2 ആഴ്ച സമയം കൊണ്ട് ജില്ലാ ബാങ്ക് പ്രസിഡന്റ്മാരെ വിളിച്ചു. UDF ആണ് സ്വാധീനമുള്ളത്. പക്ഷെ ഇതിന് പ്രയാസം ഉണ്ടായില്ല, തടസ്സം ഉണ്ടായില്ല. ജില്ലാ ബാങ്ക് പ്രസിഡന്റ്മാരോട് ചർച്ച ചെയ്യുന്നു. 2 ആഴ്ച കൊണ്ട് ഈ പണം വിതരണം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ശേഷി, റീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സർ, ഇത് സംരക്ഷിക്കേണ്ടത്. നമസ്കാരം. മേലെ നിങ്ങൾ കണ്ടത് നമ്മുടെ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായ ശ്രീ തോമസ് ഐസക് നിയമസഭയിൽ ഉത്തരവാദിത്തത്തോടു കൂടി നടത്തിയ പ്രസ്താവനയാണ്. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം വളരെ വാചാലനായി പറയുകയുണ്ടായി, ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിക്കുക എന്നുള്ള എൻ്റെ സർക്കാരിൻ്റെ നടപടി വളരെ ധീരവും ജനോപകാരപ്രദവുമായിരുന്നു എന്നതും അത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളുള്ള ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയുണ്ടായി. 15 ദിവസത്തിനുള്ളിൽ അത് കേരളം മുഴുവൻ വിതരണം ചെയ്യപ്പെടുകയും ചെയ്തു എന്ന് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് അവരത് വിതരണം ചെയ്തത് എന്നതിൻ്റെ പിന്നിലേക്കുള്ള യാത്രയാണ് BJP മൈനാഗപ്പള്ളി നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ചേച്ചിക്ക് കമ്പ്യൂട്ടർ അടിച്ച് നോക്കിയപ്പോൾ 4600 രൂപയുണ്ട്. ഈ 400 രൂപ ചേച്ചി മനസ്സോടെ കൊടുത്തോ? കൊടുത്തോ? ആണോ? അറിയത്തില്ല. 4600 രൂപയുണ്ട്. ഞങ്ങൾ പരാതി കൊടുക്കാൻ പോവാം. മറ്റൊന്നുമല്ല, ഈ കട്ടതിന് സർക്കാരിന്റെ ഒരിടത്തല്ലേ ഇത്? അല്ല, നമ്മളെയൊക്കെ 2000 ഒക്കെ 400 പോയിട്ടുള്ളൂ. 5000 ഉള്ളത് 10 മേളിലോട്ടുള്ള 2000. ഗവൺമെന്റ് അങ്ങനെ നിയമമുണ്ട്, സമ്മതിച്ച് നോക്കാം. നമ്മള് ഗവൺമെന്റിൽ അങ്ങനെ നിയമം ഉണ്ടെന്ന് അല്ല, അതല്ല. എന്നിട്ട് ആരെങ്കിലും മനസ്സിൽ 100 കൊടുക്കുമ്പോൾ വേണ്ട, ഞങ്ങളെ പാർട്ടി ഏൽപ്പിച്ചേക്കുന്നത്, ഞങ്ങൾ അതിനകത്ത് കിട്ടേണ്ട തുകയിൽ നിന്ന് എനിക്ക് കിട്ടിയത് 4200 രൂപ. ഞങ്ങളെ 4600 രൂപ. അല്ലെങ്കിൽ ഞങ്ങളെ പാർട്ടി ഏൽപ്പിച്ചേക്കുന്നത്, ഞങ്ങൾക്ക് ഒരു പൈസ വേണമെന്ന് പറഞ്ഞാ വരുന്നത് കൊണ്ട് നമ്മളിവിടെ അറിയുന്നില്ലല്ലോ. കൊട്ടിത്തരാന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്നു. സംഘാണി ഉണ്ടായിരുന്നു, കൊച്ചുമോളും ഉണ്ടായിരുന്നു. പിന്നെ ഇയാള് കൂപ്പണിന് തന്നില്ലല്ലോ, CD നമ്പർ തന്നില്ലല്ലോ. അതല്ലേ ഇപ്പൊ അക്ഷരായില്ല എവിടെ അറിയിച്ചത്. ഒന്നും തന്നില്ല. ആണുങ്ങൾക്ക് കൊടുത്തെടുത്ത് അതൊക്കെ ആണുങ്ങൾ കൊടുത്തിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കി വസന്തകുമാരി മറ്റേ സുമതിക്കുട്ടിയമ്മ അവർക്ക് പണി കൊടുത്തിട്ടുണ്ട്. 1000 രൂപ അമ്മച്ച്. ഇത് നോർത്തു നോക്കി ഇതിനെക്കാട്ട് ഭയങ്കര അഡ്വാൻസ് കൊണ്ട് 1000 രൂപ ഓണം ഉണ്ണാനും ഇഷ്ടംപോലെ കാശും ഉണ്ട് പറയുന്നേ. അന്നേരം ഇല്ല, തോനെ കാശ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ സംഭവിച്ചത് നമുക്ക് നമ്പർ തന്നെങ്കിലല്ലേ അറിയുന്നേ. അമ്മക്ക് എന്തിനാ വാർദ്ധക്യ പെൻഷൻ അല്ല, വിധവാണ്. വിധവാ പെൻഷൻ അമ്മക്ക് ഒരു വർഷം എത്ര വർഷം കൊണ്ട് ഓടുന്നു? 15 വർഷം കഴിഞ്ഞിട്ടാ അതിങ്ങനെ പണിയാ. 2014 ഞാൻ കൊടുത്തതാ, 4-ാം മാസത്തിൽ. ലക്ഷ്മിക്കുട്ടി അമ്മ മുക്കോട്ട് ഹിഞ്ചുപോലാണ്. നമുക്ക് അറിയത്തില്ലായിരുന്നു. സന്ധ്യ ആയപ്പോ കൊണ്ടുവന്നിട്ട് പറഞ്ഞ് ഒപ്പിട്ട് എന്നാ ഒന്നി നമ്മളെ കാണിക്കണം, അതല്ലെങ്കിൽ നമുക്ക് സ്ലിപ്പ് തരണം. ഒന്നും തന്നില്ല. ഒപ്പിടിച്ച് പൈസ ഒപ്പിടിച്ചില്ലെന്ന് തോന്നുന്നു. സരസ്വതിയെ വിളിച്ചോണ്ട് വരട്ടെ.
കാര്യം പറ സരസ്വതി പിന്നെ അല്ല അവൻ സ്ലിപ്പ് വല്ലതും തന്നോ? ഒന്നും തന്നില്ല. തന്നില്ല. നെല്ല് ഇതിപ്പോ തെളിയണ്ടിയോ? പൈസ കണ്ടി നമ്മുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അന്നേരം അമ്മ നമ്മളെല്ലാം പോസ്റ്റേനൊക്കെ കൊണ്ടുവരുമ്പോ എന്തെങ്കിലും കൊടുക്കുമല്ലോ, അത് വെച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞു വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾക്ക് സർക്കാർ സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട്. ആ 2000 രൂപ വെച്ച് 10 കഴിഞ്ഞു 10,500 രൂപയുടെ ആകുമ്പോൾ ഒന്നുമില്ലല്ലോ. അമ്മടങ്ങ് വിട്ടു. അമ്മക്ക് ഇതിനെ പറ്റി അറിഞ്ഞൂടാ. നല്ലപ്പോഴാണ് അതുകൊണ്ട് നമ്മൾ അറിയുമ്പോഴേ ഇതൊക്കെ പ്രശ്നം ഉണ്ടാവും. നമ്മുടെ നാടില്ല, ഞാൻ നാടില്ല, ചേട്ടാ ഇല്ല. ഇതാ സംഭവം. അല്ല, സംഭവം ഉണ്ടെങ്കിൽ ചേട്ടൻ ചോദിച്ചാൽ എങ്ങനെയൊക്കെയാന്ന് ചോദിച്ചാൽ പിതാവ് പെൻഷനായ 15,000 രൂപ എഴുതണം. കൈയിട്ട് വാഴും സർക്കാരേ, കൈയിട്ട് വാഴും സർക്കാരേ, സർക്കാരേ. മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ തന്നെ ഏകദേശം 3000 കുടുംബങ്ങൾക്കാണ് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും 1000 രൂപ മുതൽ 2000 രൂപ വരെ വസൂലാക്കി എന്ന് മനസ്സിലാക്കുമ്പോൾ കേരളത്തിലുടനീളം 20 ലക്ഷം അക്കൗണ്ട് ഉണ്ട് എന്ന് നിയമസഭയിൽ തന്നെ പറഞ്ഞ ധനമന്ത്രി തോമസ് ഐസക് സാറേ, അപ്പോൾ കേരളത്തിലുടനീളം എത്ര ലക്ഷം രൂപ നിങ്ങളുടെ പ്രവർത്തകർക്ക് വൈകിട്ട് എന്താ പരിപാടിക്ക് വേണ്ടിയിട്ട് വസൂലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഫണ്ടിലേക്ക് ഈ പണം വകയിരുത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയൊരു പദ്ധതി കൊണ്ടുവന്നതിലൂടെ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ദിവസ വരുമാനം ഉണ്ടാക്കുകയും വൈകുന്നേരം മോന്താനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയായിരുന്നു ഈ പരിപാടിയുടെ ഉദ്ദേശമെങ്കിൽ, അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് ബിവറേജസിൽ പോയി വേണ്ട സാധനങ്ങൾ വാങ്ങി വൈകുന്നേരങ്ങളിൽ നരേന്ദ്രമോദിയെയും മോദി സർക്കാരിനെയും തെരുവിളിക്കുകയാണ് നമ്മുടെ ഈ ഓരോ പ്രവർത്തകരും ചെയ്യുന്നത്. ചെറിയ വീതം ലഭിക്കുന്നവർ തെരുവുകളിൽ പ്രകടനം നടത്തുകയും മോദി സർക്കാരിനെ തെരുവറിയുകയും ചെയ്യുമ്പോൾ വലിയ വീതം ലഭിക്കുന്നവർ കോട്ടും സൂട്ടുമിട്ട് ആധുനിക AC മുറിയിലിരുന്ന് മാധ്യമപ്രവർത്തകരെന്ന വേഷത്തിൽ പ്രധാനമന്ത്രിയെ വളരെ ബൗദ്ധികമായി തെരുവറിയുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കാപട്യങ്ങളിൽ ജനങ്ങൾ വീണു പോകരുത്. കഴിഞ്ഞ ഓണക്കാലം മുതലുള്ള പെൻഷൻ കുടിശ്ശികയിൽ ഉണ്ടായിരുന്ന കുടിശ്ശിക തുക മുഴുവൻ ഈ സമയത്ത് വീടുകളിൽ കൊണ്ടുചെന്ന് വിതരണം ചെയ്യുകയുണ്ടായി ഇടതുപക്ഷ പ്രവർത്തകർ. ബാങ്ക് ഭരിക്കുന്ന ഇടതുപക്ഷവും കോൺഗ്രസിൻ്റെ ഭരണസമിതി അംഗങ്ങളും ഉൾപ്പെടെ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ സഹായത്തോടുകൂടി തന്നെയാവണം എല്ലാ വീടുകളിലും കൊണ്ടുവന്ന് ഈ പണം കൊടുക്കുകയുണ്ടായി. പക്ഷേ പലർക്കും ലഭിച്ച തുകകളെപ്പറ്റി സംശയം തോന്നിയവർ, കാരണം ലഭിച്ച പെൻഷൻ തുക ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശമുണ്ടായതുകൊണ്ട് അക്ഷയ സെൻറ്റർ വഴി ഇത് ബന്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വളരെ വലിയൊരു തട്ടിപ്പ് പുറത്തായത്. അതായത് 4600 രൂപ പെൻഷൻ ലഭിക്കേണ്ട ആളിന് ആ കമ്പ്യൂട്ടർ ബില്ലിൽ 4600 എന്ന് രേഖപ്പെടുത്തുകയും ആ കമ്പ്യൂട്ടർ ബിൽ അവരെ കാണിക്കാതിരിക്കുകയും പകരം ഒരു വെള്ള പേപ്പറിൽ 4100 രൂപ എന്നെഴുതി അവരെ കൊണ്ട് സ്വീകരിച്ചു എന്ന് ഒപ്പിട്ട് വാങ്ങിക്കുകയും ചെയ്യുന്നു. ഫലത്തിൽ ഒരു വീട്ടിൽ ഒരു പെൻഷൻ കൊണ്ടു കൊടുക്കാൻ വന്ന ആളിന് ലഭിക്കുന്നത് 500 രൂപ. 10,000 രൂപ വരെയുള്ള പെൻഷനുകളിൽ 600 രൂപ മുതൽ 1200 രൂപ വരെ ഓരോ വീടുകളിൽ നിന്നും വസൂലാക്കുകയും 10,000-ൻ്റെ മുകളിലുള്ളവരിൽ നിന്നും 1000 രൂപ മുതൽ 2000 രൂപ വരെ വസൂലാക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള നിരവധി പരാതികൾ മൈനാഗപ്പള്ളിയിലെ BJP യുവമോർച്ച പുറത്തു കൊണ്ടുവരികയുണ്ടായി. സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു പാവപ്പെട്ടവൻ്റെ പണത്തിനും ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ പണത്തിന് കൃത്യമായ രേഖയും സോഴ്സുമുണ്ടെങ്കിൽ നിങ്ങളുടെ പണം തീർച്ചയായും തിരികെ ലഭിച്ചിരിക്കും. സഹകരണ ബാങ്കുകൾ നശിപ്പിക്കണമെന്നോ നിലനിൽക്കരുതെന്നോ എന്നും കേരളത്തിലെ BJPക്ക് ഒരു നിർബന്ധവുമില്ല. നിർബന്ധമുള്ള ഒന്നേയുള്ളൂ, റിസർവ് ബാങ്ക്, കേരളത്തിലെ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ അവരുടെ നിയമമനുസരിച്ച് ഇന്ത്യയിലുള്ള എല്ലാ ധനകാര്യ ബാങ്ക് സ്ഥാപനങ്ങളും പ്രവർത്തിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ കൊടി സുനിയെപ്പോലെയുള്ള പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാവാനും നടക്കുന്നവർക്ക് ബാങ്ക് മാനേജർ ആവാൻ കഴിയില്ല. കൃത്യമായ യോഗ്യതയുള്ളവരെ മാത്രമേ ആ സ്ഥാനത്തേക്ക് നിർണ്ണയിക്കാൻ കഴിയുകയുള്ളൂ. അത് അവരുടെ തിരിമറികൾക്കും മറ്റ് ഇടപാടുകൾക്കും ഒരുപാട് ദോഷം ചെയ്യുമെന്നുള്ള തിരിച്ചറിവാണ് പാവപ്പെട്ട ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കഴുകന്മാർ കളിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള വിവേകം മലയാളിക്കുണ്ടാവണം, ജാഗ്രത. സാധാരണക്കാരായ മലയാളികൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഇനി മനസ്സിലാക്കേണ്ടത് ആത്മാർത്ഥതയുള്ള, ആത്മാഭിമാനമുള്ള, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരാണ്. ദേശാഭിമാനിക്കും കൈരളിക്കും ജയിലിനും സമരങ്ങൾക്കുമപ്പുറം വെളിച്ചമുള്ളൊരു ലോകമുണ്ടെന്ന തിരിച്ചറിവ് നിങ്ങളെ നല്ലൊരു നാളിലേക്ക് നയിക്കും. വന്ദേ മാതരം.